അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ ഡയമണ്ട് ജൂബിലി ആഘോഷം ഓർമ്മച്ചെപ്പ് എന്ന പേരിൽ വിപുലമായി നടന്നു. ആഘോഷത്തിന്റെ ഭാഗമായി ആദ്യകാല അധ്യാപക വിദ്യാർത്ഥി സംഗമം, സ്നേഹവിരുന്ന്, ആദ്യകാല അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ആദരിക്കൽ എന്നിവ നടന്നു. അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിലെ ഡയമണ്ട് ജൂബിലി ആഘോഷം ഓർമ്മച്ചെപ്പ് എന്ന പേരിൽ വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു. വിദ്യാഭ്യാസ രംഗത്തും കലാകായിക രംഗത്തും വിലപ്പെട്ട സംഭാവനകൾ നൽകിയ കലാലയത്തിന്റെ 75-ാം വാർഷികമാണ് വിപുലമായ പരിപാടികളോടുകൂടി സംഘടിപ്പിച്ചത്. ഡയമണ്ട് ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ആദ്യകാല അധ്യാപക വിദ്യാർത്ഥി സംഗമവും സ്നേഹവിരുന്നും സംഘടിപ്പിച്ചു. രാവിലെ 9 മണിയോടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറും സ്വാഗത സംഘം ചെയർപേഴ്സണുമായ സോളി ജീസസ് പതാക ഉയർത്തിയതോടുകൂടി പരിപാടികൾക്ക് തുടക്കമായി. തുടർന്ന് ആദ്യകാല അധ്യാപക വിദ്യാർത്ഥി സംഗമം നടന്നു. ആദ്യം കുടിപ്പള്ളിക്കൂടമായി ആരംഭിക്കുകയും പിന്നീട് 1950-ൽ തിരുക്കൊച്ചി ഗവൺമെന്റ് കുടിപ്പള്ളിക്കൂടം സർക്കാർ LP സ്കൂളായി അംഗീകരിക്കുകയുമായിരുന്നു. തുടർന്ന് 1965-ൽ UP വിഭാഗം അനുവദിച്ചു. 1979-80 കാലഘട്ടത്തിലാണ് ഹൈസ്കൂളായി ഉയർത്തിയത്. ഗോത്രവർഗ സഹോദരങ്ങൾ ഈട്ടിയും പനമ്പും ഉപയോഗിച്ച് നിർമ്മിച്ച താൽക്കാലിക ഷെഡിൽ നിന്നും ഇന്നത്തെ ബഹുനില മന്ദിരങ്ങളിലേക്കുള്ള വളർച്ച ചരിത്രത്തിന്റെ തന്നെ ഭാഗമാണെന്നും അധ്യാപക വിദ്യാർത്ഥി സംഗമത്തിൽ അധ്യാപകർ സംസാരിച്ചു. ഏത് രാഷ്ട്രീയ പാർട്ടി ശ്രമിച്ചിട്ടായാലും വേണ്ടില്ല, ഇവിടെ +2 ക്ലാസ് അനുവദിപ്പിക്കാൻ ഒരു ശ്രമം നമുക്ക് കൂടെ കൂട്ടായി നടത്തണം. ആ കൂട്ടത്തിൽ ഇതിൻ്റെ സംഘാടകർ ചിലരെല്ലാം ഞാൻ പഠിപ്പിച്ച കുട്ടികളാണ്, ചിലരെനിക്ക് ഞാൻ പോയി കഴിഞ്ഞ് വന്ന് പഠിച്ചവരാണ്. അതായത് അവരൊക്കെ ഞങ്ങളെയൊക്കെ ഓർക്കുകയും അന്നിവിടെ വെറുതെ ഷീറ്റ് കൊണ്ട് മേഞ്ഞ കെട്ടിടങ്ങളും ഇപ്പോൾ ഈ നടുക്ക് കാണുന്ന ആ ഒരു കെട്ടിടവും കൂടി ഒരു ഹൈസ്കൂൾ കെട്ടിടവും മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഈ കെട്ടിടങ്ങളെല്ലാം ഇവിടെ വന്നത്. ഇപ്പോൾ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ പുതിയ കെട്ടിടമൊക്കെ ഉണ്ടായി. ഞാൻ പഠിപ്പിച്ച കുട്ടികൾ അവർ കണക്കാണ് ഞാൻ പഠിപ്പിച്ചിരുന്ന എൻ്റെ ഒരു കുട്ടി വന്ന് എന്നെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരുടെ അനുഭവം പറയുകയുണ്ടായി. കാലമേ ഇവിടെ ഉണ്ടായെങ്കിലും ഈ സ്കൂളുമായിട്ട് ഒരു അഭേദ്യമായ ഒരു മാനസിക അടുപ്പം എനിക്കുണ്ട്. പാലക്കാട് നിന്ന് ഈ PSC അപ്പോയിൻമെൻറ്റ്, ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ് എനിക്കിവിടെ സ്കൂളിലായിരുന്നു. കുറഞ്ഞ കാലങ്ങളിൽ നിന്നുള്ളെങ്കിൽ ഇവിടുത്തെ ആളുകളുടെയും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും സ്നേഹം അനുഭവിക്കാൻ എനിക്ക് സാധിച്ചു. നിയമനം ഇവിടെയായിരുന്നു. ഒരുപാട് അനുഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലെ പിൽക്കാല മനോഭാവങ്ങളെ മാറ്റിമറിക്കുന്നതിനും കരുപിടിപ്പിക്കുന്നതിനുമൊക്കെ ഈ സ്കൂളിന് വലിയ പങ്കുണ്ടായിട്ടുണ്ട്. വളരെ സന്തോഷം. എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. കുടിപ്പള്ളിക്കൂടത്തിൽ നിന്നും ലോവർ പ്രൈമറി, അപ്പർ പ്രൈമറി സ്കൂളുകളിലേക്കും പിന്നീട് ഹൈസ്കൂളായും മാറുമ്പോൾ ഒരു ജനതയുടെ വിജ്ഞാന തൃഷ്ണയെയാണ് കലാലയം വിരുന്നൂട്ടിയതെന്നും അധ്യാപകർ ഓർത്തെടുത്തു. അന്നിവിടെ വെറുതെ ഷീറ്റ് കൊണ്ട് മേഞ്ഞ കെട്ടിടങ്ങളും ഇപ്പോൾ ഈ നടുക്ക് കാണുന്ന ആ ഒരു കെട്ടിടവും കൂടി ഒരു ഹൈസ്കൂൾ കെട്ടിടവും മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഈ കെട്ടിടങ്ങളെല്ലാം ഇവിടെ വന്നത്. ഇപ്പോൾ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ പുതിയ കെട്ടിടമൊക്കെ ഉണ്ടായി. ഞാൻ പഠിപ്പിച്ച കുട്ടികൾ അവർ കണക്കാണ് ഞാൻ പഠിപ്പിച്ചിരുന്ന എൻ്റെ ഒരു കുട്ടി വന്ന് എന്നെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരുടെ അനുഭവം പറയുകയുണ്ടായി. ആദ്യകാല അധ്യാപക വിദ്യാർത്ഥി സംഗമത്തിൽ ആദ്യകാല അധ്യാപകരെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. തുടർന്ന് ഡയമണ്ട് ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള സ്നേഹവിരുന്നും നടന്നു. ആദ്യകാല അധ്യാപകരും വിദ്യാർത്ഥികളുമടക്കം നിരവധി പേർ പങ്കെടുത്തു. കലാലയത്തിന്റെ മധുരമുള്ള ഓർമ്മകൾ പങ്കുവച്ചാണ് അധ്യാപകരും വിദ്യാർത്ഥികളും പിരിഞ്ഞത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.